അതായത് സിംപിളി പറഞ്ഞാൽ 4 ആൾ അറിയുന്ന ബിസിനസ്സാണ് നമ്മുടേതെങ്കിൽ, നമ്മുടെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിലാണെങ്കിലും, ഫ്രണ്ട് സർക്കിളാവാം, റിലേറ്റീവ് സർക്കിളാവാം, ഇവിടെയൊക്കെ അറിയുന്ന ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ പോലും എന്തായാലും നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കമൻ്റാണ് അല്ലെങ്കിൽ റിപ്ലൈ ആണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറയാട്ടോ, കാര്യം നിങ്ങളുടെ പ്രൈസും ഒക്കെയാണ്, കാര്യങ്ങളെല്ലാം ഓക്കെ ശരിയാണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ വൈഫിനോടൊന്ന് ആലോചിക്കട്ടെ, ഇതല്ലെങ്കിൽ ഇത് മക്കൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ്, ഞാൻ ഒന്നും കൂടെ അവനോട് ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ അവളോട് ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ, അമ്മയോട് ചോദിക്കട്ടെ, എന്നിട്ട് ഇപ്പം പറയാട്ടോ. ഈ ഒരു ചോദ്യം നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇതേപോലെ ഒരു ചോദ്യം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് സോ ഇന്ന് നമുക്ക് 4 പോയിന്റുകളേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടും. ഒന്ന്, എല്ലാവരുടെയും, അതായത് സാധാരണ മലയാളി ബിസിനസ് ഓണേഴ്സിൻ്റെ മെയിൻ ഒരു കാര്യമാണ്, ഞാൻ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് വേണം. ഒന്നുമില്ലെങ്കിൽ ഫേസ്ബുക്കിൽ പെയ്ഡ് ആഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്, ആരൊക്കെയോ പറയുന്നത് ഗൂഗിൾ ആഡ് കൊടുക്കണം, ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും പരിചയമുള്ള ആൾക്ക് ക്യാഷ് കൊടുത്തിട്ട് അവരുടെ പോപ്പുലറായിട്ട് സ്റ്റാറ്റസിലാൻ കൊടുക്കണം. അപ്പം ഇങ്ങനെ ഒരു എക്സ്പെൻസീവ് മാർക്കറ്റിംഗ് ഉണ്ടെങ്കിലേ എനിക്ക് ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു അസംഷനുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ തന്നെയുണ്ട്. ഇനി അടുത്തൊരു കാര്യം, എനിക്കൊരു 1000 ഫോളോവേഴ്സ്, മിനിമം ഒരു 1K ഫോളോവേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ ആ സെയിൽ നല്ല രീതിയിൽ കൂട്ടി തന്നെ, അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതേപോലെ എനിക്കൊരു ബെറ്റർ ലോഗോ, ഇപ്പം എൻ്റെ ലോഗോൻ്റെ കളർ അത്രയും പോരാ, അത് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവായിട്ട്, ആരോ പറയുന്നത് കേട്ടു, കുറച്ച് മഞ്ഞയും ചുമപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ണി കൊടുക്കും, ആ രീതിയിലൊരു അട്രാക്റ്റീവ് ലോഗോയാക്കാം. ഇനി അടുത്ത കുറേ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കൂടുതൽ അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കണം. ഇപ്പം ഞാനിതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വരാം. കാരണം ഈ പറഞ്ഞ റോങ് അസംഷൻ എല്ലാം നമ്മുടെ ഒരു പരിധി വരെ നമുക്ക് പാരമ്പര്യമായി കിട്ടിയതാണോ, നമ്മുടെ സൊസൈറ്റി നമുക്ക് തന്നതാണോ എന്നൊക്കെ പറയാം. കാരണം ഈ ഒരു കാര്യങ്ങൾ ഒട്ടുമിക്ക സമയത്തും നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ, ബിസിനസ് സർക്കിളിൽ, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴി ഒക്കെ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടിരുന്നു, എക്സ്പെൻസീവ് മാർക്കറ്റിംഗ് വേണം. ഓക്കെ, ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾ എക്സ്പെൻസീവ് മാർക്കറ്റിംഗ് ചെയ്തു? ഇപ്പം നമ്മുടെ ടോപ്പിക് എന്ന് ആലോചിക്കാം, ഇപ്പം വരാം എന്ന് പറഞ്ഞ് പോകുന്ന കസ്റ്റമേഴ്സിനെയാണ്. ഇപ്പോൾ സാധാ ഷോപ്പുകളാണെങ്കിൽ ഒരു ഷോപ്പിൽ കയറി വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നു, മേ ബി ഒരു എക്സാമ്പിൾ ഫുട്വെയർ എടുക്കാം, ഫുട്വെയർ ട്രൈ ചെയ്ത് നോക്കുന്നു, പിന്നെ എന്തോ കാര്യമുണ്ടെങ്കിൽ അപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞവർ പോകും. ഇതേ അവസ്ഥ തന്നെയാണ് ഓൺലൈനിലും, അത് വാട്സപ്പ് മെസ്സേജിൻ്റെ രൂപത്തിലാണ് എന്ന് മാത്രമേ. അപ്പോൾ തുടക്കത്തിൽ നമ്മുടെ പ്രശ്നം, എനിക്ക് കൂടുതൽ എക്സ്പെൻസീവായ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെയ്ഡ് ആഡ് കൊടുത്താലേ എൻ്റെ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പെയ്ഡ് ആഡ് കൊടുത്തു, കസ്റ്റമർക്ക് നല്ല കസ്റ്റമർ എൻക്വയറി വന്നു, അവർ പ്രൈസ് ഓക്കെയാണ്, നിങ്ങൾ അവർ പെട്ടെന്ന് മേടിക്കാൻ ഒരു ചെറിയ ഡിസ്കൗണ്ടും കൊടുത്തു, അതും ഓക്കെയാണ്. അവസാനം അവർ ഒന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വരാം, ലെറ്റ് മീ തിങ്ക് എന്നൊക്കെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് പെയ്ഡ് ആഡിന് കൊടുത്ത പൈസ പോയി. അതുപോലെ തന്നെ നിങ്ങൾ ആ എൻക്വയറിയെ നർച്ചർ ചെയ്യാൻ, ഡീൽ ചെയ്ത് അവരെ ഫോളോ അപ്പ് ചെയ്ത ടൈം വേസ്റ്റായി. അതുകൂടാതെ ഒരു 10 കസ്റ്റമർ അങ്ങനെ വന്നു പോയാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താവും? പെയ്ഡ് ആഡ് നിങ്ങൾ ഒരു 1000 രൂപ കൊടുത്ത് 10 നല്ല കസ്റ്റമേഴ്സ് എൻക്വയറി വന്നു, അവർ 10 പേരും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു പോയാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താവും? പേടിക്കേണ്ട, അതിനുള്ള പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്. സോ ആ ഒരു രീതി വരുന്നതിൻ്റെ മെയിൻ കാരണം, ഒരേ ഒരു കാരണമുള്ളൂ, നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്നതിന് അവർക്ക് സേഫായി ഫീൽ ചെയ്യുന്നില്ല, അവർക്ക് ഒട്ടും സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ഇവരെ സേഫ്റ്റി ഫീൽ ചെയ്യിച്ച് നമ്മുടെ സൂപ്പറായ, ബെസ്റ്റായ, പെർഫെക്റ്റായ സർവീസും പ്രൊഡക്റ്റും ഇവർക്ക് കൊടുക്കാം? ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.